പക്ഷേ പിണറായി വിജയനും ആർലേക്കറും കൂടിക്കാഴ്ച നടത്തുന്നു. താൽക്കാലിക സന്ധിയാണോ അതോ ശാശ്വത സമാധാനമാണോ? SFI ഒക്കെ സമരം പിൻവലിക്കുമെന്നൊക്കെ കേൾക്കുന്നു. SFI സമരം പിൻവലിച്ച മട്ടാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ തമാശ, നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുന്നവർക്കൊന്നും എന്തിനാണ് സമരം, ആർക്ക് വേണ്ടിയാണ് സമരം എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. ഇപ്പോൾ വിദൂരമായ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന്, കേരളത്തിലെ സാഹചര്യത്തിൽ അത് AKG സെൻറ്ററിൽ നിന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ കുറേ സംഘങ്ങൾ ഇങ്ങനെ സംഘമായി ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഭൂതാവിഷ്ടരായ പോലെ സമരം ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, SFIക്കാരിപ്പോൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന സമരം പൊടുന്നനെ നിലക്കുകയാണ്. ഒരേ കാര്യത്തിന്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ VCക്കെതിരാണ്, VC ആ സംഘപരിവാറിൻ്റെ ഏജൻ്റാണ്, VC യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കുന്നു, ഇതൊക്കെയാണുള്ള ആക്ഷേപം. അതേ VCയെ ഇന്നലെ വണങ്ങി നിന്നവർ സ്വീകരിക്കുന്നു. എന്താ കാര്യം? അവർക്ക് കിട്ടേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശം കിട്ടി, സിഗ്നൽ കിട്ടി, ഇപ്പോൾ VC നമുക്ക് മഹാനാണ്. എന്താ കാര്യം? ഈ VCക്കെതിരായിട്ട് ഇവരെ ഇറക്കി വിടാൻ വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മാഡം ഇതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതേ ഗവർണർ ഇതേ VCക്കെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ആ VC കേരള യൂണിവേഴ്സിറ്റിയെ തകർക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരിക്കുന്നു, RSSൻ്റെ ഏജൻ്റാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതേ VCയെ ഇന്നലെ ഇതേ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവർ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മന്ത്രിയോട് പത്രക്കാർ ചോദിക്കുന്നു, അല്ല ഇദ്ദേഹം RSS അല്ലേ? അപ്പോൾ മന്ത്രിയുടെ ചോദ്യം, 4 ദിവസം മുമ്പ് ഇതേ മീഡിയയുടെ മുമ്പിൽ മന്ത്രി പറഞ്ഞ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഇന്നലെ മന്ത്രി ചോദിക്കുന്നു, എന്താണ് VCക്ക് RSSൻ്റെ പ്രോഗ്രാമിന് പോയിക്കൂടെ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? VCക്ക് ആരുടെ പരിപാടിക്കും പോകാമല്ലോ. ഇത് നേരത്തെ പറഞ്ഞാൽ പോരെ? ഈ പാവം കുട്ടിക്കുരങ്ങന്മാരായ SFIക്കാരെ ഇളക്കി വിട്ടത് എന്തിനായിരുന്നു? അപ്പോൾ ഇവർക്ക് ഇപ്പോൾ കാര്യമുണ്ട്. എന്താ കാര്യം? വളരെ സിമ്പിളാണ് കാര്യം. ഗവർണറോടുള്ള പോര് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായം തേടിയപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയത്. അദ്ദേഹത്തെ ബീഹാറിലേക്ക് കെട്ടി. അത് എനിക്ക് തോന്നുന്നു അത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ധാരണയാണ്. കേന്ദ്രത്തിനും വലിയ അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി, തലവേദന ഉണ്ടാക്കിയിരുന്നു. കാരണം ഒരു ഗവർണർ വന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നിരന്തരമായി ഈ തെരുവിൽ ഏറ്റുമുട്ടുന്നത് പോലെ ഒരു രീതിയായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രീതിയല്ല ആർലേക്കറുടേത്. ആർലേക്കർ കുറെ കൂടി ആശയതലത്തിലാണ് പോരാടിയത്. അതേസമയത്ത് തന്നെ ഡിപ്ലോമസി അദ്ദേഹം മറന്നില്ല. അദ്ദേഹം വന്ന ഉടനെ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തോട് കേരളത്തിലെ MP മാരെ കൂട്ടി ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയി. അപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട ധർമ്മം അദ്ദേഹം ചെയ്തു. എന്നിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും RSSൻ്റെ ആശയമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വന്നിട്ട് രാജ്ഭവനിൽ ആശയപരമായ സംവാദം തുടങ്ങി. ഓർമ്മയില്ല, അദ്ദേഹം ഗുരുമൂർത്തിയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ബൗദ്ധിക സംവാദം തുടങ്ങി. മീഡിയ പ്രവർത്തകന്മാരുടെ യോഗം വിളിച്ചു, അവിടെ രാജ്ഭവനിൽ യോഗം കൂട്ടി. ഈ പരിസ്ഥിതി ദിനത്തിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു. ഇതൊക്കെ ആശയപരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അവിടെ ചെന്ന് നമ്മുടെ മന്ത്രിമാർക്കും ആശയതലത്തിൽ ഇടപെട്ടാൽ മതി. വേണമെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പരിസ്ഥിതി ദിനമാണെന്ന് ഓർക്കണം. ഭാരതീയമായ ദേവീ സങ്കല്പം പ്രകൃതിയാണ് ദേവി, അല്ലാതെ സ്ത്രീയായ ദൈവത്തിൻ്റെ പേരല്ല. പ്രകൃതിയും പരമാത്മാവുമാണ്, ദേവിയും ദേവനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാരതാംബ എന്ന സങ്കല്പത്തെ മുൻനിർത്തിയിട്ട് പ്രകൃതിയുടെ മഹത്വത്തെക്കുറിച്ച് അവിടെ പറയാവുന്നതേ ഉള്ളൂ. പ്രകൃതി സംരക്ഷണത്തിൻ്റെ, പഞ്ചഭൂതങ്ങളുടെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ പറയാവുന്നതേ ഉള്ളൂ. സംസ്കാരത്തെ വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റാമായിരുന്നു. അതിന് പകരം നമ്മുടെ മന്ത്രിമാർക്ക് താല്പര്യം ഈ ന്യൂസ് മാനിയയിലാണ്. ഗവർണർക്കെതിരെ എന്തെങ്കിലും വെടിപൊട്ടിക്കുക, എന്നിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. അത് അവരുടെ ഒരു വളരെ വില കുറഞ്ഞ, ഇപ്പോൾ മന്ത്രി പ്രസാദിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, 5000 രൂപയുടെ കുപ്പായ ഇടുകയും 50 രൂപയുടെ ചെരുപ്പിട്ടിട്ട് നാട്ടുകാരെ കാണിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള വില കുറഞ്ഞ ഗിമ്മിക്കുകളാണ് കളിച്ചത്. അതിനോട് മുഖ്യമന്ത്രിക്ക് പോലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് CPI മത്സരമായി. പ്രസാദ് തുടങ്ങി വെച്ചത് ശിവൻകുട്ടി ഏറ്റെടുത്തു. അവന്മാർ മാത്രം അങ്ങനെ ആളാവണ്ട, ഈ കൊച്ചു പാർട്ടി ആളാവാൻ വിടണ്ടെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് CPM ഏറ്റെടുത്തത്. ശിവൻകുട്ടി താരമായത് അങ്ങനെയാണ്. ശിവൻകുട്ടി സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിറഞ്ഞു വരിക നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും അത് പരിഹാസ്യമായി തീർന്നു. മുഖ്യമന്ത്രിക്ക് ഇത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. 2 കാരണം കൊണ്ട്. ഒന്ന്, ഈ ആൻറ്റി ഇൻക്യുംബൻസി കൂടി വരികയാണ്. ഭരണത്തിൻ്റെ അവസാന സ്പെല്ലിലേക്ക് കടക്കും തോറും അനുദിനം വരുന്ന വാർത്തകളും ഈ സംഭവങ്ങളും ഒന്നും കഷ്ടകാലത്തിന് ഇദ്ദേഹത്തിൻ്റെ സമയം വളരെ മോശമാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്.
ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, ഇതാ തൊട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് 2026 മെയ് മാസത്തിന് മുമ്പ് തന്നെ ഏപ്രിലോ മെയ്യിലോ അടുത്ത ഇലക്ഷൻ നടക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരു തവണ കൂടി ഭരിച്ചു കളയാമെന്ന് ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിന് കോർപ്പറേറ്റ് ഉപദേശങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് വില കൊടുത്തു ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഉത്തരവുണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഭാര്യയാണ്. അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ്, അടിയന്തരമായി VC വിളിച്ച് ചർച്ച ചെയ്യണം. സത്യത്തിൽ എന്തായി ഈ ഇഷ്യൂ എന്ന് ആലോചിച്ച് നോക്കൂ. 4 ഉദ്യോഗസ്ഥന്മാർ, ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന 4 ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് തീർക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ആരാണ് VC ആരാണ്? ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള കേവലം ഒരു ക്ലാർക്കിന് തുല്യമായ ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ. അത്ര കണ്ടാൽ മതി. ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരു സെക്ഷൻ ഓഫീസറുടെ ഉയർന്ന പദവിയിലുള്ള ഒരാളാണ് രജിസ്ട്രാർ. ആ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ VCക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ മീതെയുള്ള ആളാണ് ഇപ്പോൾ VCയും PVCയും, അതിൻ്റെ താഴെ രജിസ്ട്രാറും. അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞല്ലോ. അതിൻ്റെ മീതെയുള്ള ആളാണ് പ്രോ ചാൻസലർ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും മീതെയുള്ള ഏറ്റവും ഉയർന്ന അധികാരി ആരാണ്? ചാൻസലറുമാണ്. ഈ 4-5 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ചാൻസലർ പറയുന്നത് പ്രോ ചാൻസലർക്ക് ബോധ്യമില്ല, എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള വൈസ് ചാൻസലർക്ക് ബോധ്യമുണ്ട് താനും. ഇവർ തമ്മിൽ ബോധ്യപ്പെടാത്തതിന് ഈ പാവം കുട്ടികളെ തെരുവിലേക്ക് എടുക്കേണ്ട കാര്യം എന്താ? ഇതിലെന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തീർക്കേണ്ട ഈ കാര്യത്തിൽ എന്ത് വിദ്യാഭ്യാസ പ്രശ്നമുള്ളത്? സ്റ്റുഡൻഷിപ്പാണല്ലോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. സ്റ്റുഡൻഷിപ്പിൻ്റെ അടിസ്ഥാന കാര്യം എന്താ? അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വല്ല ദൈനംദിന കാര്യങ്ങളുണ്ടോ? അവർക്ക് സമരം ചെയ്യാം, ഉണ്ടല്ലോ. 2, സ്റ്റുഡൻഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ്? ആദരിക്കേണ്ടവരെ ആദരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക. SFIക്കാർ ഗുരുക്കന്മാരെ എങ്ങനെ ആദരിക്കുക എന്ന് മഹാരാജാസ് കോളേജിൽ നമ്മൾ കണ്ടതാണ്, വിക്ടോറിയ കോളേജിൽ കണ്ടതാണ്. ഇതാണ് അവരുടെ രീതി. അപ്പോൾ ഈ സ്റ്റുഡൻഷിപ്പ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരു തരം പോക്രിക്കൂട്ടങ്ങളായിട്ട് നമ്മളെ വിദ്യാർത്ഥികൾ മാറി. അങ്ങനെ മാറുമ്പോൾ എന്താ സംഭവിക്കുക? അവരല്ല സമരം നിശ്ചയിക്കുക. എന്തിനായിരുന്നു സമരം? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ VC മാറിയോ? ഇല്ലല്ലോ. VC RSSകാരനല്ലാതായോ? ഗവർണർ RSS അല്ലാതായോ? കാവ്യവൽക്കരണം പോയോ? ഇന്നലെ വരെ നടത്തിയ കാര്യം ഒരേ VCക്കെതിരായി ഒരേ യൂണിവേഴ്സിറ്റി യൂണിയൻ, ഒരേ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ പറയാണ് ഗവർണർക്ക് സ്വാഗതം, ഇന്നലെ ഗവർണർക്ക് ഗോ ബാക്ക്. ഇത് തീരുമാനിക്കുന്നത് എവിടെയോ ഇരിക്കുന്നൊരു സ്വിച്ചാണ്. അത് പലപ്പോഴും AK സെൻറ്ററിലെ സ്വിച്ചാണെന്നുള്ളതാണ് പ്രശ്നം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അല്ല മാഷേ, ഇപ്പോൾ ഈ ഗവർണറുമായിട്ടൊരു സന്ധി സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ എത്തിയെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായിട്ട് സർക്കാരിന് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടി വരും. ചില ബില്ലുകളൊക്കെ പുതിയതായിട്ട്, അതായത് വോട്ട് ലക്ഷ്യമാക്കിയായിട്ടുള്ള പുതിയ നിയമനിർമ്മാണം അടക്കം സാധ്യതയുണ്ട്. ഇപ്പോൾ ഗവർണർ ആ ഒരു ഘട്ടത്തിൽ ഒരു പിടുത്തം പിടിക്കാൻ സാധ്യതയില്ല ഇനിയും? പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗവർണർക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഒരു ജെന്റിൽമാൻസ് എഗ്രിമെൻറ്റ് പാലിക്കുന്ന ഒരാളാവാൻ സാധ്യത. ആർലേക്കറുടെ ഒരു ബോഡി ലാംഗ്വേജ് രീതി ഒക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ രണ്ടുപേരെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കൂ. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ തെരുവ് ഈ കലാപമൊക്കെ കൂട്ടുന്ന കാലത്ത് ഏതെങ്കിലും പൊതുവേദിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടേണ്ടി വന്നാൽ ഈ ഞങ്ങളുടെ നാട്ടിൽ ചക്കളത്തി എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഭർത്താവിൻ്റെ 2 ഭാര്യമാർക്കാണ് പറയുക. ഭർത്താവ് ഇവിടെ ഇരിക്കും, ഒരു ഭാര്യ ഇപ്പുറത്തേക്ക് നോക്കും, മറ്റേ ഭാര്യ അപ്പുറത്തേക്ക് നോക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ആ രീതിയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. തെരുവിൽ പൊരുതി വളർന്ന ഒരാളാണ്. അതിൻ്റെ വ്യത്യാസമാണ്. ഇദ്ദേഹം കുറെ കൂടി ആശയതലത്തിലാണ്. ഇദ്ദേഹം അപ്പോഴും മുഖ്യമന്ത്രിയുമായി പങ്കിടുന്ന വേദികളിൽ അദ്ദേഹത്തെ വിഷ് ചെയ്യുകയും പരസ്പരം സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാന്യമായ രീതിയാണ്. അതുകൊണ്ട് കരാർ ഉണ്ടാക്കിയാൽ അത് പാലിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കണം ചർച്ച ഒരു ചർച്ച ഡൽഹിയിലും നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. പിണറായി വിജയനുമായിട്ട് KV തോമസിൻ്റെ സാന്നിധ്യത്തിൽ ഗവർണർ നടത്തി എന്ന് പറയുന്നുണ്ട്. മാന്യമായൊരു ധാരണയിൽ എത്തിയാൽ അത് പാലിക്കും. കാരണം പ്രേമം പറഞ്ഞ വളരെ കൃത്യമാണ്. ഈ അവസാനത്തെ 6 മാസത്തേക്ക് വെച്ച കുറേ ജനപ്രിയ പദ്ധതികളുണ്ട് സർക്കാരിൻ്റെ മൂശയിൽ. അത് കോർപ്പറേറ്റ് ബുദ്ധിയിൽ വിരിഞ്ഞതാണ്. കേരളീയനെക്കുറിച്ചുള്ള അണ്ടർ എസ്റ്റിമേറ്റും അവരുടെ അജണ്ടയിലുണ്ട്. ഈ ജനപ്രിയ പദ്ധതികളുടെ ആമുഖവാക്യം എന്താണെന്നറിയോ? മലയാളി പൊട്ടനാണ്, ആദ്യത്തെ 4.5 കൊല്ലം നമ്മൾ എന്തൊക്കെ കൊടുത്താലും അവസാനത്തെ 6 മാസം കൊടുക്കുന്ന ചില കിറ്റുകളിൽ വീണോളും. മനസ്സിലായില്ലേ? ആ പദ്ധതികൾ ഗവർണറുടെ മൗനമായ പിന്തുണയോടുകൂടിയെങ്കിലും പുറത്തിറക്കിയിട്ട് അത് വിറ്റഴിക്കാൻ തന്നെ ആയിരിക്കണം ഈ കരാറ് എന്ന പ്രേമൻ്റെ സംശയം, ഒരു മാധ്യമപ്രവർത്തകൻ്റെ സംശയം വളരെ ന്യായമാണ്, സത്യമായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നിലനിൽക്കാനാണ് സാധ്യത.